ഹായ് ഗൈസ്, ഒരു വ്യത്യസ്തത പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ജാതി ജാതകം എന്നുള്ള സിനിമ. വിനീത് ശ്രീനിവാസൻ എന്നുള്ളൊരു നടൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടർ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അരവിന്ദന്റെ അതിഥികളിലെ പോലെ അല്ലെങ്കിൽ കുറച്ചൊരു ഉപദേശ മോഡൽ അല്ലെങ്കിൽ കുറച്ചൊരു കോമഡി മിക്സ് ആയ ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറാണ് പൊതുവെ വിനീത് ശ്രീനിവാസന് കിട്ടാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ട്രൈ ചെയ്താണ് തണ്ണീർമത്തൻ ദിനങ്ങളിലെ മാഷ്. അത് കിടുവാക്കിയിട്ടുമുണ്ട്, അടിപൊളിയാക്കിയിട്ടുമുണ്ട്. പിന്നെ ഉള്ളതാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലെ കുറച്ചൊരു ക്രൂവലായിട്ടുള്ള ഒരു വക്കീല്, അതും പൊളിച്ചിട്ടുണ്ട്. ഇതിലൊരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. പേര് ഷോവനിസ്റ്റ് ആണ്. സിനിമ ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് ആക്ഷേപഹാസ്യ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത്. മാക്സിമം നന്നാക്കിയിട്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും വിനീതേട്ടൻ ചെയ്തിട്ടുണ്ട്. ചില പോയിന്റുകളിൽ ഒന്ന് പാളിയിട്ടുണ്ട്. പണങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന സീനുകളെല്ലാം ഉണ്ട്. അതിലൊക്കെ ആ ക്യാരക്ടർ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന, കുറെ നിർബന്ധങ്ങളിൽ നിൽക്കുന്ന, എന്നായിരുന്നു വിട്ടുകൊടുക്കാൻ വയ്യ, എന്നാൽ അതൊന്നും വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ട് നല്ല കോമഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഗോപിക എന്നുള്ളൊരു ക്യാരക്ടറിനെ പെണ്ണ് കാണുന്ന സീനിലൊക്കെ ഒരു വെറൈറ്റി സാധനം എക്സ്പ്രഷനൊക്കെ വിനീതേട്ടൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ വിനീതേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില പോയിന്റുകളിൽ കുറച്ചൊരു ഓവർ ആയിട്ടുണ്ട്. ആ ഉള്ള ക്യാരക്ടർ ഓവറിനേക്കാളും കുറച്ചധികം ആയി പോയിട്ടുണ്ട്. ക്യാരക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ എം മോഹനൻ, അതായത് അരവിന്ദന്റെ അതിഥികള്, പിന്നെ നമ്മുടെ രാജുവേട്ടന്റെ മാണിക്യക്കല്ല്, പിന്നെ മമ്മൂക്ക ശ്രീനിവാസൻ ഒരുമിച്ചിട്ടുള്ള കഥ പറയുമ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് പടം എടുത്തൊരു ഡയറക്ടറാണ് ഈ ഒരു രീതിയിൽ പടത്തെ കാണുന്നതും എടുക്കുന്നതും. സീരിയസ് ആയിട്ടുള്ള മെസ്സേജ് ഉള്ള പടങ്ങൾ എടുക്കുന്ന സംവിധായകന്റെ എടുക്കുന്നത് ഇതൊരു ആക്ഷേപഹാസ്യം സ്റ്റൈൽ ഒരു പടം എന്ന് പറയുന്നതും ഒരു വ്യത്യസ്ത ഒരു അറ്റംപ്റ്റ് ആയിട്ടുണ്ട്. ഈ രണ്ടുപേരുടെ വെറൈറ്റി സംഭവം 100% സക്സസ്ഫുൾ ഒന്നും ആയിട്ടില്ലെങ്കിലും ഒരുവിധം കണ്ടിരിക്കാം. നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് കോമഡി സീൻ ഉണ്ട്. ഫുൾ കോമഡി സീൻസ് വർക്ക്ഔട്ട് ആയിട്ടില്ല. പടത്തിന്റെ ഗ്രാഫ് ഒരു സ്റ്റേബിൾ അല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ആയിട്ട് ഭയങ്കര ലാഫിംഗ് ആയ മൊമെന്റ് വരും, ഇമ്മീഡിയറ്റ്ലി ലോ വരും. എന്ന് വെച്ചാൽ സെക്കൻഡുകൾക്കുള്ള ആ ഒരു സിറ്റുവേഷൻ ലോ ആയിട്ട് പോകും. വിനീത് ശ്രീനിവാസന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന പി കുഞ്ഞികൃഷ്ണന്റെ കോംബോ വരുന്ന സീനുകളൊക്കെ ഉണ്ട് വിനീതായിട്ടുള്ള. അതൊക്കെ നന്നായിട്ടുണ്ട്. ഈന്തപ്പഴം ജാതിപത്രി ലേഹ്യം കഴിക്കണം എന്നൊക്കെ പറയുന്ന സീനുകളും സെക്കൻഡ് ഹാഫിലുള്ള സീനുകളൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കോമഡി മൊമെന്റ്സ് ഉണ്ട്. ഇത് മാത്രമൊന്നല്ല, നല്ല ഹൈ ആവുന്ന മൊമെന്റ്സ് ഉണ്ട്, സ്പൈക്ക് ആവുന്ന മൊമെന്റ് ഉണ്ട്. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ലോ ആയി പോകുന്നു. ആ ഒരു കോമഡി വൈബ് കീപ്പ് ചെയ്യുന്നില്ല. ചില പോയിന്റുകൾ മിസ്സായി പോകുന്നുണ്ട്. അതാണ് എനിക്ക് പടത്തിന്റെ ഒരു മേജർ നെഗറ്റീവ് പാർട്ടായി തോന്നിയത്. പക്ഷെ അല്ലാത്ത പക്ഷം ഇതൊരു എന്റർടൈനിങ് ആണ്. കോമഡി ഉള്ള മൊമെന്റ്സ് ഉണ്ട്. വിനീത് ശ്രീനിവാസന്റെ ഒരു വ്യത്യസ്തമായ ഒരു ആക്ടിങ് സ്റ്റൈല് കാണാൻ പറ്റും. ഇത് സാധാരണ ബേസിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസനൊക്കെ എടുക്കുന്ന സ്റ്റൈൽ ഓഫ് ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടർ വിനീത് ശ്രീനിവാസന് വഴങ്ങുമോ എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് ഈ സിനിമ കാണുമ്പോഴേ കൺവിൻസ് ആവുള്ളൂ. പിന്നെ ഈ വിനീത് ശ്രീനിവാസന് ഓഫീസ് ഫ്രണ്ട് ആയിട്ട് വരുന്ന ഒരു ചങ്ങായി ഉണ്ട്. ആ ചങ്ങായിയുടെ ക്യാരക്ടർ അജു വർഗീസ് ആണ് ചെയ്തതെങ്കിൽ കുറച്ചും കൂടെ പടത്തിനൊരു ഓളം ഉണ്ടായാൽ. കാരണം പുള്ളിക്കാരൻ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതും ആ സീനുകൾ അത്ര ഒരു വൈബ് ഉണ്ടാക്കിയിട്ടില്ല. അത് അജു വർഗീസിനെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഈസിയായി ചെയ്യാമെന്നൊരു ക്യാരക്ടറായിരുന്നു. അങ്ങനെ 1-2 കാസ്റ്റുകൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പടത്തിന്റെ ഒരു ഫീല് മാറിയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറായിരുന്നു ഈ വിനീത് ശ്രീനിവാസൻ ചെയ്ത ജയേഷ് എന്നുള്ള ക്യാരക്ടറിന്റെ അച്ഛന്റെ അനിയന്റെ മകൻ എന്നുള്ളൊരു ക്യാരക്ടറിൽ ഒരു റോളിൽ വരുന്ന ചങ്ങായിയുണ്ട്. അതും പടത്തിന് ഇമ്പോർട്ടൻ്റ് ആയി ഇമ്പാക്ട് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. അതും പുള്ളിക്കാരൻ ചെയ്ത് വളരെ മോശമായിട്ടില്ല. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ ഒരു കോമഡി കൊണ്ടുവരുന്ന ഒരാൾ ചെയ്തിരുന്നെങ്കിൽ ഒരു അടിപൊളിയായാണ്. വിനീത് ശ്രീനിവാസൻ അച്ഛനായിട്ട് അഭിനയിച്ച ആൾ നന്നായിട്ട് പടത്തിന് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, പവറപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിനീത് ശ്രീനിവാസൻ സപ്പോർട്ടിംഗ് ആയിട്ട് കോമഡി ചെയ്യാനുള്ള കുറച്ചും കൂടെ കാസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ പടം ഇതിലും ഭേദമായാല്, ഇതിലും നന്നായാല്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഒന്ന് നേരെയാക്കായിരുന്നു. ഒരുപാട് വർക്കൗട്ട് ആവാത്ത കോമഡി മൊമെന്റ്സ് സീൻസ് ഒക്കെ ഒന്ന് മാറ്റി എഴുതിയിട്ട് ചെറിയൊരു തിരുത്തലുകൾ സംഭവിച്ചിരുന്നെങ്കിൽ അതും ഒരു പടി കൂടെ പടം ഭേദപ്പെട്ടേനെ. അതുപോലെ തന്നെ വേറൊരു മിസ്കാസ്റ്റ് ആയി തോന്നിയത് വിനീത് ശ്രീനിവാസന്റെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി ഒന്ന് മാറ്റി പിടിക്കായിരുന്നു. പിന്നെ സയനോര ഉണ്ട്, ചെറിയ റോളിൽ കിടുവാക്കിയിട്ടുണ്ട്. പിന്നെ വിധു പ്രതാപ് വരുന്നുണ്ട്. വിധു പ്രതാപ് നമ്മളിപ്പോൾ ഓൺ സ്റ്റേജിൽ റിയാലിറ്റി ഷോയിൽ കോമഡി അടിക്കുമ്പോൾ കുറച്ചും കൂടെ അത് നമുക്ക് ഇമ്പാക്ട്ഫുൾ ആവുന്നുണ്ട്. സിനിമയിലോട്ട് എത്തുമ്പോൾ അത്രയും ഭയങ്കരമായിട്ട് തോന്നിയില്ല. പിന്നെ ബാബു ആന്റണി വരുന്നുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇഷാ തൽവാർ ഉണ്ട്, കുറച്ചേ ഉള്ളൂ പക്ഷെ നന്നാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കിയവരാണ്. പിന്നെ അതുപോലെ നിഖില വിമലുണ്ട്. സ്ഥിരം സ്റ്റൈൽ ഓഫ് റോളാണ് ആസ് യൂഷ്വൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നടിമാരിങ്ങനെ വന്നു പോകുന്നുണ്ട്. കാരണം ഇത് പെണ്ണ് കാണാൻ ചടങ്ങാണല്ലോ. ഒരുപാട് ആൾക്കാരെ പുതിയ നടിമാരെയും പുതിയ കാസ്റ്റുകളും കാണുന്നുണ്ട്. പിന്നെ ജയേഷിന്റെ ക്യാരക്ടറിന്റെ നാട്ടിലെ ഫ്രണ്ട് പറഞ്ഞിട്ടൊരു പോലീസുകാരനായിട്ട് അഭിനയിച്ച ചങ്ങായി നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇടക്കിടക്ക് വരുന്ന മ്യൂസിക് ഉണ്ട്, 2-3 പാട്ടുകളുണ്ട്. അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തിച്ചേർത്ത പോലത്തെ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾ ടൂർ പറഞ്ഞ തിയേറ്ററിൽ പോയി 1 ടൈം വാച്ചബിൾ ആയ ഒരു മൂവിയാണ്.
ഭയങ്കര നിങ്ങളെ ബോറടിപ്പിക്കുകയും ചെയ്യില്ല, കണ്ടിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതിലും ഇമ്പാക്ട്ഫുൾ ആക്കാമായിരുന്നു. കുറച്ച് കാസ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ കുറച്ച് മാറ്റിയിരുന്നെങ്കിൽ. ഞാൻ സിനിമ കാണാൻ പോയപ്പോൾ തിയേറ്റർ ഫുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ പടം അങ്ങനെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പം കണ്ടിരിക്കാം. ഭയങ്കരമായിട്ട് ചിരിപ്പിക്കോ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിക്കോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പടം കണ്ടുവാ, അങ്ങനെയുണ്ട് പടം, ഇഷ്ടപ്പെട്ടുവാ, വിനീത് ശ്രീനിവാസൻ എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്, എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യലി ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.